1968 ഫെബ്രുവരി 9 മധ്യ കേരളത്തിലെ ശാന്തമായ ഗ്രാമമായ മാറിക. രാവിലെ 8 മണിയായിട്ടേ ഉള്ളൂ. മാറിക സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലേക്ക് വെപ്രാളത്തോടെ ഒരു യുവതി കടന്നു വരുന്നു. കയ്യിൽ ഒരു എയർ ബാഗ് മുറുക്കി പിടിച്ചിട്ടുണ്ട്. പള്ളി വികാരിയുടെ അടുത്തെത്തിയ അവൾ ഒരു ആവശ്യം ഉന്നയിച്ചു. എൻ്റെ വീട്ടിൽ മരിച്ചവർക്കായി ഒരു കുർബാന ചൊല്ലണം. ആവശ്യം അംഗീകരിച്ച് വികാരി അച്ഛൻ കണ്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. കുർബാനയ്ക്കുള്ള പണം നൽകാനായി അവൾ പേഴ്സ് തുറന്നപ്പോൾ വികാരി ഒന്ന് ഞെട്ടി. വലിയൊരു നോട്ടുകെട്ട് തന്നെ ആ പേഴ്സിലുണ്ട്. അക്കാലത്ത് സാധാരണക്കാരുടെ കയ്യിൽ കാണാത്ത അത്രയും പണം. സംശയം തോന്നിയ വികാരി ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുഖമില്ലാത്തതിനാൽ അദ്ദേഹം ആശുപത്രിയിലാണെന്നായിരുന്നു മറുപടി. അല്പം കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ബാഗ് പള്ളിയിൽ വെച്ച് അവൾ പോകാൻ തിടുക്കം കാട്ടി. ഈ ബാഗ് തുറക്കരുത്, ഇതിന്റെ താക്കോൽ എൻ്റെ പക്കലാണെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ ലൂസി പള്ളിക്ക് പുറത്തിറങ്ങിയ ഉടൻ സംശയം മുത്ത വികാരി ജോലിക്കാരെ വിളിച്ച് ആ ബാഗ് തുറന്നു. കേരളക്കരയെ ആകെ മരവിപ്പിച്ചു കളഞ്ഞ ആ കാഴ്ച അവിടെ തുടങ്ങുകയായിരുന്നു. ബാഗ് തുറന്ന വികാരിയും ജോലിക്കാരും കണ്ടത് പൗഡറിൽ പൊതിഞ്ഞ ഒടിച്ചു മടക്കിയ നിലയിലുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണ്. ലൂസിയുടെ തന്നെ 1.5 വയസ്സുകാരി മകൾ ബീന. ആ പിഞ്ചു കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കി പള്ളിയിൽ ഉപേക്ഷിക്കാനാണ് ലൂസി എത്തിയത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. ലൂസിയെ വഴിയിൽ വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ആ ബാഗിലെ മൃതദേഹം ഒരു വലിയ ഹിമശൈലത്തിന്റെ അഗ്രം മാത്രമായിരുന്നു. ലൂസിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട പോലീസ് കാത്തിരുന്നത് അതിലും ഭീകരമായ മറ്റൊന്നായിരുന്നു. പുറപ്പുഴ UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന മാറിക തടത്തിൽ ജോസഫിന്റെ വസതിയിലേക്ക് പോലീസ് എത്തുമ്പോൾ വീട് വിജനമായിരുന്നു. മുറ്റത്തൊരു വലിയ വൈക്കോൽ കൂന. പരിശോധനയിൽ 2 കറ്റകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഹെഡ് മാസ്റ്റർ ജോസഫ്, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ മക്കളായ ജോസ്, ലൂക്കോസ്, പിന്നെ ലൂസി ജോസഫ് ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരൻ ഫയസ്. മഴുകൊണ്ടും വെട്ടുകത്തി കൊണ്ടും തലക്കടിച്ചും വെട്ടിയും ക്രൂരമായാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവിനെ മുതൽ സ്വന്തം മക്കളെ വരെ ഒരു ദയയുമില്ലാതെ ആ 32കാരി കൊന്നുതള്ളി. ഫെബ്രുവരി 7-നും 9-നും ഇടയിലായിരുന്നു ഈ കൊലപാതകങ്ങൾ നടന്നത്. ഫെബ്രുവരി 7-ന് ടൂർ പോയി തിരിച്ചെത്തിയ ഭർത്താവ് ജോസഫിനെ രാത്രിയിൽ തന്നെ ലൂസി വകവരുത്തിയിരുന്നു. പിന്നീട് ഓരോരുത്തരായി. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ലൂസി കാണിച്ച ബുദ്ധി അമ്പരപ്പിക്കുന്നതായിരുന്നു. രക്തം പുരണ്ട വസ്ത്രങ്ങളും പായയും അവൾ കത്തിച്ചു കളഞ്ഞു. ആയുധങ്ങൾ കഴുകി വൃത്തിയാക്കി. വീടിനുള്ളിലെ രക്തത്തിന്റെ ഗന്ധം മാറാനായി കാട്ടുപുല്ലിന്റെ കിഴങ്ങി ഇടിച്ചു പിഴിഞ്ഞ് മുറികളിൽ തളിച്ചു. ഭർത്താവിനെ തിരക്കി വന്നവരോടൊക്കെ അദ്ദേഹം സ്ഥലത്തില്ലെന്ന് വളരെ ശാന്തമായി നുണ പറഞ്ഞു. എന്തിനായിരുന്നു ഈ ക്രൂരത? ലൂസിയുടെ മൊഴികൾ പ്രകാരം ഭർത്താവും ഭർതൃ സഹോദരനും ചേർന്ന് തന്റെ സ്ത്രീധന സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ലൂസിയുടെ സഹോദരൻ ജോയിയെ ജോസഫ് മർദ്ദിച്ചിരുന്നു. കൂടാതെ ജോസഫ് തന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ലൂസി കോടതിയിൽ പറഞ്ഞു. ആദ്യ ഭാര്യയിലെ മക്കളോടുള്ള വിരോധവും സ്വന്തം മക്കളെ കൊന്നാൽ തനിക്ക് ശിക്ഷ ലഭിക്കില്ലെന്ന തെറ്റായ ചിന്തയും ലൂസിയെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ലൂസിയുടെ സഹോദരൻ ജോയിയെയും കേസിൽ പ്രതിയാക്കിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. 1968 ഓഗസ്റ്റ് 26-ന് എറണാകുളം സെഷൻസ് കോടതി ലൂസിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. മാതൃസഹജമായ വാത്സല്യമില്ലാത്ത പൈശാചിക കൃത്യമെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. വധശിക്ഷ കേട്ടിട്ടും ലൂസിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അപ്പീലിലൂടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ലൂസി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വലിയ ശൂന്യതയിലേക്കാണ് എത്തിയത്. ജയിലിൽ നിന്നിറങ്ങിയ ലൂസിയെ സ്വീകരിക്കാൻ ബന്ധുക്കളോ നാട്ടുകാരോ തയ്യാറായില്ല. സ്വന്തം ചോരയെ കൊന്നവളെ ലോകം വെറുത്തു. ഒടുവിൽ മധ്യ കേരളത്തിലെ ഏതോ ഒരു അനാഥാലയത്തിൽ ആർക്കും വേണ്ടാതെ ലൂസി അഭയം പ്രാപിച്ചു. പിന്നീട് അവരെക്കുറിച്ച് ആർക്കും അറിവില്ല. ഇടുക്കിയുടെ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരയായ വനിതാ കൊലയാളിയായി ലൂസി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. മാറികയിലെ ആ പഴയ വീടിന് മുന്നിലൂടെ പോകുമ്പോൾ ഇന്നും നാട്ടുകാർ ആ വൈക്കോൽ കൂനയെയും ബാഗിലെ മൃതദേഹത്തെയും ഭയത്തോടെ ഓർക്കുന്നു.